ലൈംഗിക പ്രശ്നങ്ങളെക്കുറിച്ചുള്ള വിഷയങ്ങളിൽ ഇന്ന് പൊണ്ണത്തടിയും ലൈംഗിക ശേഷിക്കുറവിനെക്കുറിച്ചുമാണ് ഞാൻ സംസാരിക്കുവാൻ പോകുന്നത്. കൊഴുപ്പ് കൂടുതലാകുകയാണെങ്കിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൊഴുപ്പ് കൂടുതലാകുകയാണെങ്കിൽ കൊഴുപ്പ് ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. അതായത് ഇൻസുലിൻ്റെ പ്രവർത്തനത്തിന് അത് തടസ്സം നിൽക്കുന്നു. അപ്പോൾ പൊണ്ണത്തടിയെ നിയന്ത്രിക്കേണ്ടത് ഇത്തരം കാര്യങ്ങളിൽ വളരെയധികം ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺ കുറയുന്നതോടുകൂടി അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനോ മറ്റു രീതിയിലുള്ള ഒരു കാര്യം മനസ്സിലാക്കാനുമുള്ള കഴിവ് കുറയുന്നതായി കാണാം. ബുദ്ധിപരമായ കഴിവുകളും കുറയുന്നതായി കാണാം. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ ശരീരം ഒരു 100 വർഷം ജീവിക്കാൻ പറ്റുന്ന രീതിയിലാണ് വാർത്തെടുത്തിരിക്കുന്നത്. അതിൻ്റെ ഓരോരോ അവയവങ്ങൾക്കും 100 വർഷം നിലനിൽക്കുവാനുള്ള കഴിവുണ്ട്. ആ 100 വർഷം നിലനിൽക്കാനുള്ള കഴിവിൽ ആദ്യം ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏത് അവയവമാണോ തകരാറിലാകുന്നത് അതിനനുസരിച്ച് നമ്മൾ മരണത്തിലേക്ക് നീങ്ങുന്നു. ഞാൻ ഡോക്ടർ അജയൻ വർഗീസ്, കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ്. ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ ചെയർമാനുമാണ്. ലൈംഗിക പ്രശ്നങ്ങളെക്കുറിച്ചുള്ള വിഷയങ്ങളിൽ ഇന്ന് പൊണ്ണത്തടിയും ലൈംഗിക ശേഷിക്കുറവിനെക്കുറിച്ചുമാണ് ഞാൻ സംസാരിക്കുവാൻ പോകുന്നത്. പണ്ട് കാലത്ത് പൊണ്ണത്തടിയുള്ളവർ വളരെ കുറവായിരുന്നു. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പൊണ്ണത്തടിയന് എന്തിനു കൊള്ളാം, നല്ല പെരയ്ക്കൊരു തൂണിന് കൊള്ളാം എന്നൊക്കെ അവരെ കളിയാക്കി പറയാറുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പൊണ്ണത്തടിയന്മാരുടെ സംഖ്യ കൂടുകയും പൊണ്ണത്തടിയന്മാർ ക്ലാസ്സുകളിൽ കൂടുതലാകുകയും ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ കാരണം എന്താണ്? ഒന്ന്, സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റം വന്നു, ജോലി ഭാരങ്ങളിൽ മാറ്റം വന്നു, ജീവിത രീതിയിൽ മാറ്റം വന്നു, ആഹാര രീതിയിൽ മാറ്റം വന്നു. അപ്പോൾ ഇങ്ങനെ പൊണ്ണത്തടി അഥവാ ആവശ്യത്തിൽ കൂടുതൽ ഭാരമുണ്ടാകുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ശരീരത്തിനുണ്ടാകുന്നുണ്ടോ? തീർച്ചയായും അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പൊണ്ണത്തടിയുള്ളവർക്ക് എല്ലാ രോഗവും വരുവാനുള്ള സാധ്യത വളരെയധികമാണ്, അഥവാ 10 മടങ്ങാണ്. ഉദാഹരണത്തിന് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്, സ്ട്രോക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്, പ്രഷർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്, പ്രമേഹം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇത്തരം അസുഖങ്ങൾ ഓരോന്നായി വരുന്നതിനെ സാധാരണഗതിയിൽ ഇന്ന് വിശേഷിപ്പിക്കുന്നത് മെറ്റബോളിക് സിൻഡ്രോം എന്നുള്ളതാണ്. അഥവാ പൊണ്ണത്തടിയുടെ കൂട്ടത്തിൽ പെടുന്ന ഒന്നാണ് മെറ്റബോളിക് സിൻഡ്രോം. അതല്ലെങ്കിൽ മെറ്റബോളിക് സിൻഡ്രോമിൻ്റെ ഒരു പാർട്ട് തന്നെ